ഹായ് ഹലോ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ബിഗ് എന്ന കൊറിയൻ ഡ്രാമയുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡായ 16-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നേരെ അധികം സമയം കളയാണ്ട് നമുക്ക് ഈ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് നേരെ നമുക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ റാൻ വന്നിട്ട് അവിടെ വെച്ച് പറയാണ്, എനിക്ക് കെ ജെനെ ഇഷ്ടമാണ്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം അവിടെ വെച്ച് പറയാണ്. ഈ സമയത്ത് നമ്മുടെ മീറയുടെ മുഖം കാണാം ചക്ക പഴുത്ത പോലെയാണ്, അവൾക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ആരേത് കെ ജെ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് അങ്കിൾ ആൻറ്റിയൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇവരെന്തൊക്കെ ചെയ്യാൻ. അവൻ്റെ ഹോട്ടലിലാണ് ഇവർ വന്ന് ഈ മീറ്റിംഗ് കൂടുന്നത്. ഈ സമയത്ത് ജൂണാണെങ്കിൽ അവളെ നോക്കാണ്. ഈ സമയത്ത് അവൾ തിരിച്ച് നോക്കാണ്. ഈ സമയത്ത് നമ്മുടെ റാണിൻ്റെ അച്ഛൻ പറയാണ്, ഇവൾ ഇത്ര പൊട്ടയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, സോറി എന്നൊക്കെ പറയാണ് നമ്മൾ ഈ ജൂണിൻ്റെ അച്ഛനോട് അമ്മയോടും. ഈ സമയത്ത് മുങ്ഷിക്ക് നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടണേ, ഇനി യൂജി എങ്ങനെ ജീവിക്കുന്നൊക്കെ ചോദിക്കുകയാണ് മുങ്ഷിക്ക്. ഈ സമയത്ത് അങ്കളെ ആൻറ്റിയൊക്കെ ഇരുന്നിട്ട് അവിടെ സംസാരിക്കുകയാണ്. എന്തായാലും അവളിനി അവളെ ചള്ളാമണ്ട അടിച്ചു പൊളിക്കുന്നൊക്കെ പറയാണ് അവിടെ നിന്നിട്ട് അങ്കിൾ. ഈ സമയത്ത് നമ്മുടെ റാനും കൂടി ജൂൺ അടിക്ക് പോവാണ്. അത് ചോദിക്കാൻ നിങ്ങൾക്ക് വലിയ വട്ടുണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വെച്ചിട്ട് ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി കൊണ്ട് ഞാൻ സത്യം പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. നിങ്ങൾക്ക് യൂജനൊന്നും വേണ്ടെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയാണ്, എനിക്കിഷ്ടമുള്ളത് നിന്നോട് മാത്രമാണെന്ന് പറയാണ്. ഈ സമയത്ത് അവനാണെങ്കിൽ നിങ്ങളെന്താ ഈ ചെയറൊക്കെ കൊണ്ടുവന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള വാച്ച് ഇരുന്ന് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കുളത്തിലിറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാണെന്നല്ലേ എന്ന് അവൻ ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പിന്നല്ലാതെ എനിക്ക് വട്ടാണ്, നീ കാരണം എനിക്ക് വട്ടായി എന്നൊക്കെ പറയാണ് അവൾ. ജൂണിനോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അവളാണെങ്കിൽ അവിടെ വെച്ച് സമ്മതിക്കുകയാണ്. അവർ തമ്മിൽ അവിടെ വെച്ച് കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് ഹോട്ടലിൻ്റെ ഉള്ളിലാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ റാൻ്റെ അച്ഛൻ പറയാണ്, സോറി, നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, എൻ്റെ മോൾ ഇത്ര കാര്യമാണ് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജൂണിൻ്റെ യൂജയുടെ അമ്മ പറയാണ്, വേറെ ഒന്നുമല്ല, അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ യൂജയ്ക്ക് ബോധം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ വിട്ടു പോകുന്നു, അപ്പോൾ ഇതായിരുന്നു കാരണം എന്നൊക്കെ അമ്മയാണെങ്കിൽ അവളോട് പറയാണ്. എന്നിട്ടാണെങ്കിൽ അവരാണെങ്കിൽ അവൻ്റെ വഴി കഴിഞ്ഞിട്ട് പോവാണ്. ഈ സമയത്ത് നമ്മളെ റാനിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ്. ഇക്കടാ അവ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ആലോചിച്ചിട്ട് അവിടെ നിന്ന് സിങ്ങടെ കാണിക്കുന്നത് നമ്മുടെ യൂജയുടെ അച്ഛനമ്മയും പുറത്തേക്ക് വരുന്ന സമയത്ത് സെയോങ് അവരെ വിളിക്കുകയാണ്. വേറൊന്നല്ല, നമ്മുടെ ജൂണിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയെന്ന് പറഞ്ഞിട്ട് വേറൊന്നല്ല, ആശുപത്രി കിടന്നിട്ട് ഇവിടെ ലവ് പറയാൻ വന്ന സമയത്ത് നമ്മുടെ ജൂണിൻ്റെ ഹാർട്ട് ബീറ്റാണെങ്കിൽ അധികം ഉണ്ടായിരുന്നു. ഈ കാര്യമാണെങ്കിൽ വിളിച്ചറിയിക്കുകയാണ് നമ്മുടെ സെയോങ് യൂജയുടെ അമ്മയോട്. അവരാണെങ്കിൽ അത് കേട്ടതും പേടിച്ചിട്ട് ഓടി ആശുപത്രിയിലെത്താണ്. ഈ സമയത്ത് സേവങ്ങ പറയാണ്, ഒരു നിമിഷമാകുമ്പോൾ അവൻ ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ആൾ കൂളാണ്, ഞാൻ യൂജിയോട് പറഞ്ഞിട്ടുണ്ട്, അവനാണെങ്കിൽ ഇവിടെ ഇന്ന് രാത്രി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് യൂജിയുടെ അമ്മ പറയാണ്, വേറെ അതൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ നിന്നോളാം, ഞാൻ എന്തായാലും ഇവിടെ നിന്നോളാം എന്ന് പറയാണ്. അത് വേണ്ട, യൂജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് അവർ പറയും, വേണ്ട, യൂജി ഇപ്പോൾ കുറച്ച് തിരക്കിലായിരിക്കും, അവന് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയാണ്, അതുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടി അവിടെ നിന്നോളാമെന്ന് സേയോങ്ങിനോട് പറയാണ്. സേയോങ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് നമ്മുടെ റാനിനെയും അതുപോലെ ജൂണിനെയാണ് കാണിക്കുന്നത്. അവരടങ്ങി നടന്നു വരുന്ന സമയത്ത് റാം പറയാണ്, അതെ, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ നിനക്കായിട്ട് ആ വാച്ച് വരെ തപ്പി കണ്ടുപിടിച്ചു എന്നൊക്കെ പറയാണ്. അവളാണെങ്കിൽ നനഞ്ഞ കാരണം അവനാണെങ്കിൽ അത് തോർത്തുമുണ്ടൊക്കെ ഇട്ട് അവൾക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇവരെ നോക്കിയിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് ആ റോഡിൻ്റെ സൈഡിലുള്ള പൂ കണ്ടിട്ട് അവൾ പറയാണ്, അതെ, നിനക്ക് ഏത് പൂവാ വേണ്ടത്, ഞാൻ ഇപ്പോൾ പറിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പൂ പറിക്കാനായിട്ട് ചെല്ലാണ്. ഈ സമയത്ത് അവിടെ വൃത്തിയാക്കണ ചേട്ടനാണെങ്കിൽ, ഹേയ്, എന്താണ് ആ പൂവൊക്കെ പറിക്കണേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ റാനാണെങ്കിൽ അവിടെ നിന്ന് ഓടി അപ്പുറത്തെ റോഡിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ജൂൺ, നിനക്കിതിൽ ഏതാ വേണ്ടതെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുകയാണ്. ഈ സമയത്ത് ക്ലീനാക്കണ ആൾ ചോദിക്കുകയാണ്, ഇവൾക്കും തെറ്റ ബോധമില്ല, ഇത് സർക്കാരിൻ്റെ മുതൽ എവിടെ നിന്നൊന്നും പറിച്ചെടുക്കാൻ പാടില്ല എന്ന് പറയാണ്. ഈ സമയത്ത് അവൻ പറയാണ്, അതെ, ക്ഷമിക്ക് സാറേ, അവൾക്ക് കുറച്ച് വട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ റാനാണെങ്കിൽ, ജൂൺ, നിനക്ക് ഏത് പാട്ടാണ് വേണ്ടത്, ഞാൻ പാട്ട് പാട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് പാട്ട് പാടാണ്. ആ വഴി പോണ ആൾക്കാരൊക്കെ ഇവരാണെങ്കിൽ നോക്കാണ്. ഈ സമയത്ത് ജൂൺ പറയാണ്, അവൾക്ക് ചെറിയൊരു ഭ്രാന്തല്ല, ഭ്രാന്തിയാണ്, വട്ടുപിടിച്ച മറ്റേ ഹൈപ്പർ തലയുള്ള ഭ്രാന്തിയാന്നൊക്കെ പറഞ്ഞിട്ട് അയാളാണെങ്കിൽ പറഞ്ഞ് വിശ്വസിക്കുകയാണ്. അപ്പം അയാൾ പറയണം, മോൻ പറഞ്ഞു ശരിയാ, അവൾക്ക് നല്ല വട്ടുണ്ടെന്നുകൊണ്ട് കണ്ട റോട്ടിൽ കിടന്നിട്ട് പൂവൊക്കെ ഇട്ട് ആടുന്നെന്ന് പറയാണ് അയാൾ. ഈ സമയത്ത് അവൻ പറയണേ, ഞാൻ അറിയാതെ അവളെ ഇന്ന് ചന്ദ്രനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അവൾ കാട്ടിക്കൂട്ടണേന്ന് പറയാണ്. ഈ സമയത്ത് ഇവനും കൂടി അയാൾ നോക്കാണ്. ഇവനും പ്രാന്താന്ന് വിചാരിച്ചത് നമ്മുടെ അയാളാണെങ്കിൽ നീങ്ങി അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ജൂണാണെങ്കിൽ നേരെ റാനിൻ്റെ അടുത്തേക്ക് വരാണ്. ഈ സമയത്ത് റാൻ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയാണ്. അവിടെ നിന്ന് സിങ്ങടെ കാണിക്കുന്നത് ഹോട്ടലിലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ മേശ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ റാൻ വിട്ടുപോയ മോതിരം കാണാണ്. അവളാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ആ മോതിരം ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂജിയായിട്ടുള്ള ബന്ധം നിർത്തിയെന്ന് പറഞ്ഞിട്ട് ആ മോതിരം കാണാണ്. ആ മോതിരാണെങ്കിൽ ആ ആൻറ്റി ആണെങ്കിൽ ആരും എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ഇടാനായിട്ട് പോവാണ്. ഈ സമയത്താണ് നമ്മുടെ മീറ അങ്ങോട്ട് വരാണ്. എന്നിട്ട് പറയാണ്, മീറ പറയാണ്, അത് ഞാൻ വാങ്ങി, അതെനിക്ക് തരാൻ പറയാണ്. ഈ സമയത്ത് നീ ഇത് വാങ്ങി, അവർക്കൊന്നും വേണ്ടല്ലോ, പിന്നെ എന്തിനാ നിനക്കെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ, അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ ആൻറ്റി അങ്ങോട്ട് കൊടുക്കാണ്. കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മീറ പറയാണ്, അതെ ജൂൺ, എനിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവനോട് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിളിനെ ആൻറ്റീനും
പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ റാണീൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ആകെ ചർച്ചയാണ്. അവൾ നമ്മളെ നാണം കെടുത്തി, അവൾ നമുക്ക് എന്തിട്ടാണ് അവൾ ചെയ്തു വെച്ചത്, ഇതൊക്കെ കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്നൊക്കെ പറയാണ് അച്ഛൻ. ഈ സമയത്ത് അമ്മ പറയാണ് അവൻ എന്തായാലും വിഷമിച്ചിട്ടുണ്ടാവും, പാവം നമ്മുടെ യൂജെ, പാവം അവൻ ഇത്ര വിശ്വസിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ യൂജനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ജൂണിനെ റാണിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ സംസാരിക്കുകയാണ്, വേറെ ഒന്നല്ല, ആദ്യമായിട്ട് എവിടെ വെച്ചിട്ടാണ് എന്നോട് ഇഷ്ടം തോന്നിയെന്ന് നമ്മുടെ ജൂണാണെങ്കിൽ റാനോട് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയാണ് ഞാൻ ആ സിനിമ തിയേറ്ററിലേക്ക് വന്നില്ലേ, ആ സമയത്ത് നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലേ, അന്നാണ് എനിക്ക് നിന്നോടൊരു ക്രഷ് തോന്നിയത്. പക്ഷെ അന്നാണെങ്കിൽ നിൻ്റെ രൂപത്തോട് മാത്രമായിരുന്നു എനിക്ക് ക്രഷ് തോന്നിയത്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് നിന്നോട് ക്രഷ് തോന്നിയത് ആ പാർക്കിൽ വെച്ചിരുന്നപ്പോഴായിരുന്നു. അന്ന് ഞാൻ യുജേനെ ആലോചിക്കുമ്പോൾ ഒന്നും എനിക്ക് അത്ര ഗൃതിയെടുപ്പ് വന്നിട്ടുണ്ടായില്ല, പക്ഷെ നിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അത് വന്നു എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അവൻ പറയാണ് ഞാൻ കണ്ടതാ, നിങ്ങളാണെങ്കിൽ ഒരു മരത്തിൻ്റെ ബാഗിൽ പോയിരുന്ന് കരയണത്, പിന്നെ ഞാൻ അത് മുഖം കാണിക്കാൻ വന്നില്ല എന്ന് പറയാണ്. നീ അത് കണ്ടിരുന്നോന്ന് അവളാണെങ്കിൽ അവിടെ വെച്ച് ചോദിക്കുകയാണ്. അതൊക്കെ കണ്ടിരുന്നു എന്ന് അവനാണെങ്കിൽ അവിടെ വെച്ച് സമ്മതിക്കുകയാണ്. അവരാണെങ്കിൽ അവിടെ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് കാണിക്കുന്നത് ആശുപത്രിയിലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യൂജയുടെ അമ്മയും അച്ഛനും കൂടെ അവിടെ ഇരിക്കുകയാണല്ലോ. യൂജയുടെ അമ്മ പറയാണ് ഞാനിപ്പോഴും ആലോചിക്കുകയാണ്, നമ്മുടെ യൂജയ്ക്ക് ആദ്യമായിട്ട് ഈ രോഗം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നത് ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇവന് വേണ്ടി ഞാൻ ഇരിക്കുന്നു, എനിക്കിതിൽ സന്തോഷം മാത്രമേ. ഇപ്പോൾ എൻ്റെ മോനായിട്ട് ഞാൻ ഇവനെ കാണുന്നുണ്ടെന്ന് അവിടെ വെച്ചിട്ട് യൂജയുടെ അമ്മ സമ്മതിക്കുകയാണ്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് റാനിൻ്റെയും ജൂണിനെയാണ്. റാനാണെങ്കിൽ ഞാൻ പോവാണ്, ഞാൻ അച്ഛനോട് അമ്മയുടെ കാര്യമൊക്കെ പറയട്ടെ, അവരാണെങ്കിൽ എന്നെ തല്ലാനായിട്ട് കാത്തിരിക്കാവും, ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോണത്. അവളാണെങ്കിൽ നമ്മുടെ റാനിൻ്റെ വീട്ടിൽ തന്നെ എത്താണ്. റാനാണെങ്കിൽ ഉള്ളിൽ കയറുമ്പോൾ അച്ഛനമ്മയും പറയാണ് അതെ എവിടെ നിന്ന് വേണ്ട, ഇപ്പം നീ റൂമിൽ പോകാൻ പറയാണ്. അവളാണെങ്കിൽ അവർ പറഞ്ഞ പോലെ റൂമിൽ പോയിരിക്കുകയാണ്. ഈ സമയത്ത് അമ്മയാണെങ്കിൽ കത്രികയും ഒരു ഫോട്ടോ ആയിട്ട് നേരെ അവളുടെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് പറയാണ് അതെ എൻ്റെ അമ്മയോട് ഞാൻ നിൻ്റെ അച്ഛന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയാണെങ്കിൽ അന്ന് എൻ്റെ മുടി വെട്ടി കളഞ്ഞു, എന്നിട്ട് ഞാൻ എൻ്റെ ഇഷ്ടം കളഞ്ഞില്ല, അങ്ങനെയാണ് നിൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചത്, ഞാൻ നോക്കട്ടെ, ഞാൻ നിൻ്റെ മുടി വെട്ടട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ റാൻ പറയാണ് അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, അമ്മ കണ്ട ഈ ഫോട്ടോയിൽ അച്ഛന് വിവാഹം കഴിച്ചപ്പോൾ മുടി പോയതല്ല അമ്മയുടെ വിഷമം, അച്ഛനെ കെട്ടിയനാണ്, അതാണ് ചിരി, കണ്ടില്ലേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അമ്മ എൻ്റെ മുടി വെട്ടിക്കോളാൻ പറയാണ്. ഈ സമയത്ത് നമ്മുടെ റാനിൻ്റെ അമ്മയാണെങ്കിൽ മുടി വെട്ടാനായിട്ട് അടുത്തേക്ക് വരാണ്. പക്ഷേ ആളുടെ മനസ്സാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ആളാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. അവിടെ നിന്ന് സിംഗടെ കാണിക്കുന്നത് നമ്മൾ അമ്മയാണെങ്കിൽ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അച്ഛനടുത്തേക്ക് വരുമ്പോൾ അമ്മ പറയാണ് ഞാൻ ഇപ്പോഴാണ് അറിയണത്, അന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോള് കാരണം ഞാൻ കരയേണ്ടി വരുമെന്ന്, അമ്മ കരഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റാണിൻ്റെ അമ്മ ഇരുന്നിട്ട് അവിടെ നിന്ന് കരയാണ്. ഈ സമയത്ത് അച്ഛനാണെങ്കിൽ അതിനെ സമാധാനപ്പെടുത്താണ്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് നമ്മുടെ ജൂണിനെയാണ്. അവനാണെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ സേയോങ്ങിനെ കൂട്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ജൂണിൻ്റെ ബോഡിയുടെ അടുത്തേക്ക്. അപ്പോൾ സേയോങ് പറയാണ് വേറെ ഒന്നല്ല, അവനാണെങ്കിൽ ഇന്നലെ നല്ല ഹാർട്ടിന് ഹൈ ആയി ഉണ്ടായിരുന്നു ഹാർട്ട് റേറ്റ്, ഞാൻ പേടിച്ചു പോയി, അവൻ മരിക്കുമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയാണ്. ചിലപ്പോൾ അവൻ മരിക്കും അല്ലെങ്കിൽ ഉണരും, അതൊക്കെയാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ ജൂൺ പറയാണ് ഓ അവനൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് അവൾ പറയും കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ സയോങ് ചോദിക്കുകയാണ് നീ മരണത്തിൽ നിന്ന് എണീറ്റപ്പോൾ നിനക്ക് എന്താ തോന്നിയെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൻ പറയാണ് ഞാൻ എണീറ്റപ്പോൾ എനിക്ക് ആകെ ഒരു ഇതാണ് തോന്നിയതെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അത് വിശദീകരിക്കുകയാണ്. അവിടെ നിന്ന് സിംഗടെ കാണിക്കുന്നത് നമ്മൾ ജൂണാണെങ്കിൽ ആ കരടിക്കുട്ടൻ ചെറുക്കൻ്റെ കൂടെയാണെങ്കിൽ ബലൂൺ വീർപ്പിച്ച് കളിക്കുകയാണ്. ഈ സമയത്ത് അവൻ ബലൂൺ വീർപ്പിച്ചിട്ട് അതിൻ്റെ കാറ്റ് കളഞ്ഞിട്ട് പറയാണ് ഇപ്പോൾ യോജിയുടെ ആത്മാവ് പോയി, എന്നിട്ട് അവനാണെങ്കിൽ ഊതിയിട്ട് ഇപ്പോൾ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പം ഇങ്ങനെയായിരിക്കും ഇത് സ്വിച്ച് ആയിട്ട് ഉണ്ടാവാന്നൊക്കെ അവൻ ആലോചിക്കുകയാണ്. ഈ സമയത്ത് ആ ചെക്കൻ വീർപ്പിക്കേണ്ടായ ബലൂണാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ടത് അവൻ ആലോചിക്കുകയാണ് ഇനി എൻ്റെ ആത്മാവ് ഇതിനുള്ളിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് പോയാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ആലോചിക്കുകയാണ്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് സേയോങ്ങിനെയും അതുപോലെ യൂജയുടെ അമ്മേനെയാണ്. സേയോങ്ങും യൂജയുടെ അമ്മയും കൂടി പുറത്തുകൂടെ നടന്നു പോകുമ്പോൾ യൂജിയുടെ അമ്മ പറയാണ് സേയോങ് നിനക്ക് ഇപ്പോഴും യൂജിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നീയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യൂ, വേറൊന്നല്ല അവൻ ജർമ്മനി പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ അവനായിട്ട് കാത്തിരിക്കുമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അവളാണെങ്കിൽ തലയാട്ടാണ്. അവിടെ നിന്ന് സിംഗട്ടൊക്കെ കാണിക്കുന്നത് മീറയാണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. മീറയായിട്ട് പറയാണ് ആ റാനാണെങ്കിൽ മോതിരം ഉരി വെച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ മോതിരാണെങ്കിൽ അവൾക്ക് തിരിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമാണ് അവൾക്ക് യൂജിയോട് വീണ്ടും ഓർമ്മ വരുള്ളൂ എന്ന് പറയാണ്. ഈ സമയത്ത് അവൻ പറയാണ് യൂജനൊക്കെ അവൾ മറന്നു കഴിഞ്ഞു, ഇപ്പം ഞാനാണ് അവൾക്ക് മെയിൻ, നീ എന്തായാലും ഇപ്പോൾ പോയിക്കോ, ഞാനും അവളും കൂടി കറങ്ങാനൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീറേനെ കുറിച്ച് സംസാരിക്കുകയാണ്. മീറയ്ക്കാണെങ്കിൽ അതൊന്നും വിഷമവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് നമ്മുടെ റാനിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരാണ്. നമ്മുടെ ജൂണിൻ്റെ അവളോട് പുറത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഞാൻ കാത്തു നിൽക്കണമെന്ന് പറയാണ്. അവളാണെങ്കിൽ സന്തോഷത്തോടെ പുറത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ കുടയായിട്ട് ഒരാൾ ബ്ലോക്ക് ചെയ്യാണ്, മറ്റാരല്ല നമ്മുടെ മുൻഷിക്ക്. എൻ്റെ മുൻഷിക്ക് പറയാണ് അമ്മയച്ഛനോടും എന്നോടും പറഞ്ഞിട്ടുണ്ട് നീ എവിടെ പോയാലും നിൻ്റെ പിന്നാലെ ഒരു വാച്ചറായിട്ട് വരണമെന്ന്, അതുകൊണ്ട് നീ ഇപ്പോൾ എവിടെ പോയാലും ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടാവുമെന്ന്. അവനാണെങ്കിൽ അവിടെ വെച്ച് പറയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവനും കൂട്ടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ ജൂണാണെങ്കിൽ കാറിലാണെങ്കിൽ അവിടെ കാത്തു നിൽക്കുകയാണ്.
നിൽക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയണത് നീ മുന്നിൽ കൂടെ പോയിക്കോ, ഞാൻ പതുക്കെ ബാക്കിൽ കൂടെ വരാമെന്ന് പറയാണ്. ഈ സമയത്ത് അവൻ പറയണത് നിൻ്റെ KKജനെ കാണാനുള്ള പ്ലാനാണെങ്കിൽ മോളെ നീ വിചാരിക്കണ പോലെയല്ല, നീ എൻ്റെ കൂടെ തന്നെ നടക്കും, നിൻ്റെ വഴി നടത്തണത് ഞാനായിരിക്കും, ഒരു ആനപ്പാപ്പനെ പോലെ എന്നിട്ട് അവളെയും കൊണ്ട് പോവാണ്. ഈ സമയത്ത് ജൂണാണെങ്കിൽ അത് നോക്കി നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ ഒന്ന് കറങ്ങാൻ പോലും പറ്റണില്ല ഇപ്പോൾ. അവിടെ നിന്ന് സിംഗടെ കാണിക്കുന്നത് നമ്മുടെ ജൂണാണെങ്കിൽ റെസ്റ്റോറൻറ്റ് പുറത്ത് നിൽക്കുകയാണ്. എൻ്റെ റാനെ വിളിച്ചിട്ട് പറയണേ അത് എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം, അത് ഞാൻ അപ്പം നെഞ്ച് പൊട്ടി ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ വിളിക്കുകയാണ്. അവളാണെങ്കിൽ ഓക്കെ ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരാണ്. എന്നിട്ട് ചോദിക്കുകയാണ് നീ എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് റാൻ പറയും ഞാൻ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് പറയാണ്. ഈ സമയത്ത് അച്ഛൻ പറയാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ പോകണ്ട, അത് യൂജിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്, യൂജിക്ക് നിന്നെ കാണുമ്പോൾ കലി കയറി വരും, പാവം അവനെങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ അച്ഛനാണെങ്കിൽ ഉള്ളിൽ പോവാണ്. അവളാണെങ്കിൽ അച്ഛൻ പോയെന്ന് വിചാരിച്ച് വീണ്ടും പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ അച്ഛനാണെങ്കിൽ വീണ്ടും പുറത്തേക്ക് വന്ന് പറയാണ് നീ എങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറയാണ്. പാവം നമ്മളെ റാനാണെങ്കിൽ പുറത്തേക്ക് വരാൻ പറ്റരുത്, തിരിച്ചുള്ളിലേക്ക് പോവാണ്. ജൂണാണെങ്കിൽ പുറത്ത് നിന്നിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ചീറ്റിപ്പോയി എന്നുള്ള രീതിയിൽ. പുറത്തേക്ക് പോണ സമയത്ത് അവൻ പറയുന്നുണ്ട് ഈ പോക്ക് പോയി തന്നെ എൻ്റെ ഗൃതിയും പൊട്ടി ഞാൻ ചാവുമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോണത്. ഈ സമയത്ത് ഉള്ളിലിരുന്ന് നമ്മൾ റാനാണെങ്കിൽ ഈ വാച്ച് എങ്ങനെയെങ്കിലും അവന് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. അവളാണെങ്കിൽ നന്നാക്കിയിട്ട് അത് അവനെ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവൾ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ജൂണാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുകയാണ്. ഈ സമയത്ത് ജൂണെ നീ എന്താണെന്ന് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പുറത്തുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ജനാല വഴി ചാടി വരാൻ പറയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ ജനാല തുറന്ന് നോക്കുകയാണ്. ഈ സമയത്ത് അവൻ താഴെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് വാ വാ ചാടും, ഞാൻ പിടിക്കാം, എനിക്ക് നല്ല ബലമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ ചാടാനായിട്ട് റെഡിയായിട്ട് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ചാടാമെന്ന് വിചാരിച്ചിട്ട് തിരിയുമ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് അമ്മ പറയാണ് മോളെ താഴേക്ക് ചാടാനൊന്നും നോക്കണ്ട, കാല കുടിഞ്ഞതിൻ്റെ അതിൻ്റെ KKJ വന്ന് നിന്നെ രക്ഷിക്കുന്നെന്ന് വിചാരിക്കാൻ വേണ്ട, ഇവിടെ നിന്ന് നീ പാടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യം പറയാം നിൻ്റെ അമ്മയാണെന്ന് ഞാൻ അങ്ങ് മറക്കും, കാലും കൈ ഒടിച്ച് ഞാൻ ഇവിടെ കെട്ടിയിടുമെന്ന് പറയാണ് അമ്മ. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ ഓവറായിട്ട് അങ്ങ് പറയാൻ പറ്റില്ല, കാരണം വേറെ ഒന്നുമല്ല, അമ്മയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ അച്ഛനെ കല്യാണം കഴിച്ചതല്ലേ, അതുകൊണ്ടാണെങ്കിൽ അമ്മ മിണ്ടാതെ അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ ഇതെങ്ങനെ പുറത്ത് ചാടുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജൂണാണെങ്കിൽ അവിടെ കുറേ നേരമല്ലോ ഇവിടെ കാത്തിരിക്കണത്, അവനാണെങ്കിൽ അവിടെ പുല്ലൊക്കെ പറിച്ച് കളിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ചക്ക വീണ ശബ്ദം കേൾക്കുകയാണ്. ചക്ക വീണോന്ന് വിചാരിച്ചിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ റാനാണെങ്കിൽ ചത്ത് വീണ് കിടക്കുകയാണ്. അവളാണെങ്കിൽ രണ്ടാം നിര ഒന്ന് ചാടിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ജൂണാണെങ്കിൽ അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഓടി വരാണ്. ഈ സമയത്ത് ആരും ജനാല തുറക്കണ ശബ്ദം അവൾ കേൾക്കാണ്. അവളാണെങ്കിൽ അവനെയും കൂടിയിട്ട് പുല്ലിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അച്ഛനാണെങ്കിൽ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ്. ഇതെന്താ ചക്ക വീണ ഇവിടെ, പാവൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ നോക്കുകയാണ്. ആരും കാണാത്ത കാരണം അച്ഛനാണെങ്കിൽ ജനാലടിച്ച് ഉള്ളിലേക്ക് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ജൂൺ ചോദിക്കുകയാണ് അതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ, കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. എന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ ആ വാച്ച് എടുത്ത് കൊടുക്കുകയാണ്. കണ്ട ഈ വാച്ച് നീ ഇട്ടോളാൻ പറയാണ്. ഈ സമയത്ത് അവനാണെങ്കിൽ കൈ കാട്ടാണ്, ഇട്ട് തരാൻ പറയാണ്. അവളാണെങ്കിൽ അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ റാനാണെങ്കിൽ അവൻ്റെ ഒരു ഉമ്മ കൊടുത്തിട്ട് കവളിൽ അവളാണെങ്കിൽ ഞാൻ പോട്ടെ അല്ലെങ്കിൽ അച്ഛനമ്മ എന്നെ അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഉള്ളിൽ പോവാണ്. ഈ സമയത്ത് അവനാണെങ്കിൽ ഒരു ഉമ്മ തന്നിട്ട് എന്നോട് ചോദിക്കേണ്ട ഒരു ഉമ്മ തന്നു, എന്നാലും കുഴപ്പമില്ല ഒരു ഉമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അത് പിടിച്ചിരിക്കുകയാണ്. അവൾ നിന്ന് സിംഗടെ കാണിക്കുന്നത് മീറ തന്നെയാണ്. അവളാണെങ്കിൽ ബോഡി ഗാർഡ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നേരെ നമ്മുടെ ജൂണിൻ്റെ ബോഡി കിടക്കുന്ന റൂമിലേക്ക് ചെല്ലാണ്. അവൾ എന്തിനുള്ള പുറപ്പാടാന്ന് നമുക്ക് മനസ്സിലാവില്ല. അവിടെ നിന്ന് സിംഗട്ടായി കാണിക്കുന്നത് നമ്മുടെ ജൂണിനെയും അതുപോലെ യൂജിയുടെ അമ്മേനെയാണ്. ഈ സമയത്ത് യൂജിയുടെ അമ്മയായിട്ട് സംസാരിക്കുകയാണ്. യൂജിയുടെ അമ്മ പറയാണ് അത് നീയും അച്ഛനും കൂടിയിട്ട് അങ്ങോട്ട് പോവുക, ജൂണിനെയും കൂട്ടിയിട്ട് ഞാൻ അവിടെ കാത്തിരിക്കും, നിങ്ങൾ രണ്ടാളും തിരിച്ചു വരാനായിട്ട് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരുടെ അമ്മയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആളാണെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് അമ്മയുടെ മൊബൈലിലേക്ക് ഒരു കോള് വരാണ്. അമ്മയാണെങ്കിൽ അതെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ അച്ഛനാണ്. അച്ഛൻ പറയാണ് അതെ നമ്മുടെ ജൂണിനെ മീറ കൊണ്ടുപോയി എന്ന് പറയാണ്, അവൾ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയണത്. ഇതാണെങ്കിൽ അവൾ അമ്മയാണെങ്കിൽ നമ്മുടെ ജൂണിനോട് പറയാണ്. ജൂണാണെങ്കിൽ അപ്പോൾ തന്നെ മീറേനെ വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ കോൾ എടുക്കുമ്പോൾ പറയാണ് നീ പറഞ്ഞില്ലേ ഇപ്പം നിനക്ക് നിൻ്റെ ഈ ബോഡി കിട്ടാതെ നീ എന്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇവനെ ഭീഷണിപ്പെടുത്താണ്. അവളാണെങ്കിൽ ഈ ബോഡിയും കൊണ്ട് കാറിലാണെങ്കിൽ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ പറയും എനിക്ക് കുഴപ്പമില്ല നീ ആ ബോഡി കൊണ്ടുപോയിക്കോ, ഞാനാണെങ്കിൽ അപ്പോൾ സ്വിച്ച് ആവില്ലല്ലോ, അപ്പോൾ ഞാൻ ഈ ബോഡിയിൽ തന്നെ കിടന്ന് മരിച്ചോളാം, നിനക്കത് സന്തോഷമല്ല എന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ മീറയാണെങ്കിൽ കാർ നിർത്താൻ പറയാണ്. അവളുടെ മനസ്സലിഞ്ഞിരിക്കുകയാണ്. അവൾ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് തിരിച്ച് ആശുപത്രിയിൽ ജൂണിൻ്റെ ബോഡി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സമയത്ത് അച്ഛനമ്മയൊക്കെ വിഷമത്തോടെ നിൽക്കുന്നത്. അമ്മയാണെങ്കിൽ പൊടുക്കത് സ്നേഹമാണ്. ആളാണെങ്കിൽ അവൻ്റെ കൈയൊക്കെ പിടിച്ചിട്ടിരുന്ന കരയാണ്. ഈ സമയത്ത് നമ്മുടെ ജൂണിനെ അതുപോലെ മീറേനെയാണ് കാണിക്കുന്നത്. ജൂൺ ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണത്, അവനെ കൊണ്ടുപോയെന്ന് വിചാരിച്ചിട്ട് നീ എന്താ വിചാരിക്കണത്, ഞാൻ നിൻ്റെ പിന്നാലെ തിരിച്ചു വരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ സംസാരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മീറ പറയാണ് ഞാൻ ആ റാൻ ടീച്ചറോട് പറഞ്ഞതാ നിൻ്റെ പിന്നാലെ വരരുതെന്ന്,
അവളോട് യൂജനെ മാത്രം സ്നേഹിക്കാൻ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അത് തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ റാനിനെ കുറ്റപ്പെടുത്താണ്. എന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ ആ മോതിരം വെച്ചിട്ട് പറയാണ്, ഈ മോതിരം റാൻ ഇടിപ്പിച്ചാൽ മാത്രമാണ് ഞാൻ അവിടെ നിന്ന് സമാധാനമായിട്ടെങ്കിലും പോകുള്ളൂ എന്നൊക്കെ പറയാണ് അവൾ. എന്നിട്ട് മീറ പറയാണ്, നീ എന്താ വിചാരിച്ച് എനിക്ക് മാത്രം വിഷമമുള്ളൂ എന്നോ? അപ്പോൾ യൂജയുടെ കാര്യം നീ ആലോചിച്ച് നോക്ക്. അവളാണെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ട യൂജയാണെങ്കിൽ എന്തായിരിക്കും പറയാനായിട്ട് അവസാനം ആലോചിച്ചിരുന്നത്? അതൊന്നും നീ ആലോചിക്കണില്ല. നീ നിങ്ങളുടെ കാര്യം മാത്രം നീ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് ആ മോതിരം വെച്ചിട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്താണ് നമ്മുടെ ജൂൺ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ സമയത്ത് രണ്ട് കുട്ടികളെ കാണിക്കുന്നത് ആ കരടിയും മുയിലെന്ന് പറയുന്നത് നമ്മുടെ ജൂണിൻ്റെ കൂട്ടുകാർ. അവരാണെങ്കിൽ ആ ഫോട്ടോ കിട്ടിയത് കീറി കളഞ്ഞിരിക്കുകയാണ്. അതാണെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാനായിട്ട് നോക്കാണ്. ഈ സമയത്താണെങ്കിൽ മീറ റാനിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് റാനിൻ്റെ അച്ഛൻ പറയണേ, എന്താ മോലെ മുയിഷിങ്ങിനെ കാണാൻ വന്നതാണെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും, അല്ല റാനിനെ കാണാൻ വന്നതാണെന്ന് പറയാണ്. അപ്പോൾ പറയാണ്, റാൻ ഉള്ളിലുണ്ട്, പോയി കണ്ടോളാൻ പറയാണ്. ഈ സമയത്ത് അവിടെയാണെങ്കിൽ ഒരു മാവ് കുഴച്ച് വെച്ചിരുന്നായിരുന്നു. അവളാണെങ്കിൽ അത് നോക്കി വെക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ നേരെ നമ്മൾ റാനെ കാണാൻ വന്നിരിക്കുകയാണ്. എൻ്റെ റാനോട് പറയാണ്, അത് നിങ്ങൾ നിങ്ങളുടെ മോതിരം മറന്നു പോയല്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ റാൻ പറയാണ്, അത് യൂജയുടെ വീട്ടുകാരെടുത്തുണ്ടാവും എന്ന് പറയാണ്. ഈ സമയത്ത് അവൾ പറയണേ, ഇല്ല ഇല്ല, ആരും എടുത്തിട്ടില്ല, അതാണെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ അടിയിൽ മാവ് കൊലിക്കുന്നുണ്ടായില്ലേ, അതിലാണെങ്കിൽ വലിച്ചെറിഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് മീറ പറയാണ്, എന്തായാലും നിങ്ങളുടെ യൂജ അവസാനമായിട്ട് നിങ്ങളോട് എന്താണോ പറയാൻ ആലോചിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു കുത്തി വർത്താനം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോണത്. ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മളെ റാനാണെങ്കിൽ എങ്ങനെയും ആ മോതിരം കിട്ടണമെന്ന് ഇതുവരാണ്. അവളാണെങ്കിൽ നേരെ ആ മാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ മാവാണെങ്കിൽ കുത്തി നോക്കുമ്പോൾ അതിലൊന്നും കാണാനില്ല. അതിനാണെങ്കിൽ അവിടെയാണെങ്കിൽ ആ മാവ് കൊണ്ട് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുവരെ അവൾ കുത്തി പൊളിച്ച് നോക്കും, എന്നിട്ട് അതിലൊന്നും കാണില്ല. ഈ സമയത്ത് അച്ഛനാണെങ്കിൽ പുറത്തേക്ക് വരാണ്. എന്താ റാന കാണിക്കുന്നത്, ആ മാവൊക്കെ കേടാക്കാണോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ ചോദിക്കുകയാണ്, അതെ അതെ, ഇതിൻ്റെ ബാക്കി എവിടെ, ഇതിൻ്റെ മാവിൻ്റെ ബാക്കി എവിടെ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ആൾ പറയും, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പാഴ്സൽ അയച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ അയ്യോ അതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നേരെ പുറത്തേക്ക് വരുമ്പോൾ ആ പാഴ്സൽ കൊണ്ടുള്ള ആളാണെങ്കിൽ നേരെ സ്കൂട്ടർ എടുത്ത് പോവാണ്. ഇവളാണെങ്കിൽ അയാൾ വിളിച്ച് നോക്കണമെങ്കിലും ആളാണെങ്കിൽ അതിനൊന്നും റെസ്പോൺസ് കൊടുക്കണില്ല. അവളാണെങ്കിൽ വെച്ച് പിടിക്കുകയാണ് അയാളുടെ പിന്നാലെ. അങ്ങനെ ഓടുന്ന സമയത്ത് അവൾ ആലോചിക്കുകയാണ്, എന്തായിരിക്കും എന്നോട് യൂജി അവസാനമായിട്ട് പറയാൻ വിചാരിച്ചത്, അതിപ്പോഴും എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവളാണെങ്കിൽ അവിടെ വെച്ച് പറയാണ്. ഈ സമയത്ത് ആശുപത്രിയിലുള്ള ജൂണിൻ്റെ ബോഡിയിൽ യൂജിയുടെ ആത്മാവാണല്ലോ, അതിൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ യൂജി ആണെങ്കിൽ അവിടെ വെച്ച് ആലോചിക്കുകയാണ്, അവളോട് അവസാനമായിട്ട് പറഞ്ഞത് നീ അവിടെ കാത്തുക്ക്, ഞാൻ നിന്നോട് പറയാനുള്ള കാര്യമായിട്ട് അങ്ങോട്ട് നേരെ വരാമെന്ന്. ഇതൊക്കെ ആലോചിച്ച് യൂജിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്നത് നമ്മളെ റാനാണെങ്കിൽ അത് ഡെലിവറി ചെയ്ത സ്ഥലത്തേക്ക് വരാണ്. എന്നിട്ട് തിന്നുകൊണ്ടിരിക്കണം അവൻ്റെ അടുത്ത് വന്നിട്ട്, അതെ അതെ ഇത് തിന്നല്ലേ, ഇത് ഞാൻ ക്യാൻസൽ ചെയ്തു, ഞാൻ നിങ്ങൾക്ക് വേറെ തരാമെന്ന് പറഞ്ഞിട്ട് അതാണെങ്കിൽ പറക്കിക്കൊണ്ട് വരാണ് അവൾ. പുറത്ത് നിന്നിട്ട് അത് കുത്തി കുത്തി പൊളിച്ച് നോക്കാണ്. പക്ഷെ അതിലാണെങ്കിൽ അവൾ ഉദ്ദേശിച്ച സാധനം കിട്ടില്ല. ഈ സമയത്ത് ആശുപത്രിയിലുള്ള യൂജയുടെ ആണെങ്കിൽ ഹാർട്ട് കൂടാണ്. പെട്ടെന്നാണെങ്കിൽ ഒരാളാണെങ്കിൽ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. മറ്റാരല്ല, നമ്മുടെ ജൂണാണെങ്കിൽ എന്നിട്ട് പറയാണ്, എനിക്കിപ്പോൾ നിങ്ങളുടെ ജീവൻ മനസ്സിലാവും, ഞാനാണെങ്കിൽ അതിനായിട്ട് പ്രയത്നിക്കും, പേടിക്കണ്ട, നിങ്ങൾ തിരിച്ചു വരാൻ തന്നെയാണ് എൻ്റെ ആദ്യത്തെ തീരുമാനമെന്ന് അവനാണെങ്കിൽ അവിടെ വെച്ച് പറയാണ്. അവനാണെങ്കിൽ പറയാതെ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് എന്തായാലും തിരിച്ച് എൻ്റെ ബോഡിയിലേക്ക് എത്തണം എന്നുള്ള കാര്യം. എന്നിട്ട് അവിടെ നിന്ന് അവനാണെങ്കിൽ തിരിച്ചിറങ്ങി വരാണ്. ഈ സമയത്ത് നമ്മുടെ റാനും മോതിരം കിട്ടാത്തത് കൊണ്ട് തൊട്ടപ്പുറത്തെ സൈഡിലാണെങ്കിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ തൊട്ടപ്പുറത്ത് ഇപ്പുറത്താണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജൂണാണെങ്കിൽ അവളെ കാണുന്നുണ്ട്. ജൂണാണെങ്കിൽ മൊബൈൽ എടുത്തിട്ട് അവളെ വിളിക്കുകയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ജൂൺ ചോദിക്കുകയാണ്, അതെ നിങ്ങളെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, അത് ഞാനാണെങ്കിൽ ഒരു മോതിരം തപ്പാനായിട്ട് പോയതാ, പക്ഷെ അതാണെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ തിരിച്ചു വരാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ പറയാണ്, നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്ക്, ഞാൻ എവിടെ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ അവളാണെങ്കിൽ അവൾക്ക് നോക്കുമ്പോൾ അവനെ കാണാണ്. എന്നിട്ട് അവരാണെങ്കിൽ ആ മോതിരം എടുത്ത് കാണിക്കുകയാണ്, എൻ്റെ കയ്യിലുണ്ട് ആ മോതിരം എന്നുള്ളത് അവളോട് അവൻ പറയാണ്. മൊബൈലിൽ തന്നെ അവർ സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഞാനാണെങ്കിൽ യൂജയുടെ ബോഡി അവന് തിരിച്ചു കൊടുക്കാൻ പോവാണ്, ഞങ്ങൾ സ്വിച്ച് ആവാനുള്ള തീരുമാനമാണെന്ന് പറയാണ്. അപ്പോൾ അവളാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. എന്തായാലും നീ അത് മാറിക്കോ, നീ മാറിക്കഴിഞ്ഞാലും നിന്നെ ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ വെച്ച് സത്യം ചെയ്യാണ്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് നമ്മുടെ ജൂണിൻ്റെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ മീറ വന്നിരിക്കുകയാണ്. നീ എന്തിനാണ് റാനിനോട് കള്ളം പറഞ്ഞതെന്ന് ജോൺ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയും, എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറയാണ്. ഈ സമയത്ത് അവൻ പറയാണ്, നീ എപ്പോഴും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് എനിക്കാണെങ്കിൽ നിന്നോട് ഇഷ്ടമല്ല തോന്നുന്നത്, വെറുപ്പാണെന്ന് പറയാണ് അവൻ. നീ ഇങ്ങനെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ആർക്കാണ് നിന്നോട് ഇഷ്ടം തോന്നാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ വെച്ച് പറയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ ഇപ്പോഴും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണമെന്നില്ല എന്ന് അവിടെ വെച്ച് അവനാണെങ്കിൽ അവിടെ വെച്ചിട്ട് പറയാണ്. എന്നിട്ട് അവളുടെ അടുത്താണെങ്കിൽ അവനെ അടുത്തേക്ക് വരില്ലേ എന്ന് പറഞ്ഞിട്ട് കൈയാണെങ്കിൽ നീട്ടി വെക്കുകയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ പതുക്കെ വന്നിട്ട് ആ കയ്യിലാണെങ്കിൽ തല വെക്കുകയാണ്. ഈ സമയത്ത് അവനാണെങ്കിൽ പഴയ പോലെ അവളുടെ തലയിലാണെങ്കിൽ പതുക്കെ കൊട്ടി കൊടുക്കാണ്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് നമ്മുടെ മീറയാണെങ്കിൽ തിരിച്ച് അമേരിക്കയിൽ പോവാണ്. ഈ സമയത്ത് മുൻഷിക്കാണ് അവളെ കൊണ്ടുവിടാൻ വരുന്നത്. മുൻഷി ചോദിക്കാനുണ്ട്, നീ എന്താ ഇപ്പം തന്നെ പോണത്, നീ തിരിച്ച് ഇനി വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും, ഞാൻ എന്തായാലും വരും, എന്തായാലും ഒരു ദിവസം ഞാൻ എന്തായാലും വരും എന്ന് പറയാണ്. എന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ പതുക്കെ അവിടെ നിന്ന് നടന്ന് നീങ്ങാണ്. ഈ സമയത്ത് മുൻഷിക്കാണെങ്കിൽ ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്
ഓടി ചെന്നിട്ട് നമ്മുടെ മീറയുടെ ബാഗ് എടുത്തിട്ട് അവനാണ് ഈ മുങ്ഷിക്ക് അതിലേതാണ്. ഈ സമയത്ത് അവൾ ചോദിക്കുകയാണ്, മുങ്ഷിക്ക് നീ എന്താ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൻ പറയാണ്, മുങ്ഷിക്ക് അത് തന്നെ, നീയാണെങ്കിൽ തിരിച്ച് അമേരിക്കയിൽ നിന്ന് കൊറിയയ്ക്ക് വരുമ്പോൾ നീ ഈ കടം എനിക്ക് ഓർത്ത് വെച്ചിരിക്കണം. ഞാൻ നിൻ്റെ ബാഗ് കൊളാക്കി, അപ്പോൾ ഇതിനെന്തായാലും എനിക്ക് കുറച്ച് വോൺ തന്ന് തീർക്കേണ്ടി വരും. അപ്പോൾ നീ എന്തായാലും എൻ്റെ അടുത്തേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് നടന്ന് നീങ്ങാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മീറയാണെങ്കിൽ ചിരിക്കുകയാണ്. അവിടെ നിന്ന് സിംഗട്ടാക്കി കാണിക്കുന്നത് ജൂണിനെയും അതുപോലെ തന്നെ യൂജയുടെ അമ്മേനെയാണ്. ജൂണാണെങ്കിൽ യൂജയുടെ അമ്മയോട് പറയാണ്, എനിക്ക് വേഗം ചെയ്യണം, അതാണെങ്കിൽ എൻ്റെ രക്തം എനിക്ക് വേഗം മാറ്റണമെന്ന് പറയാണ്. ഈ സമയത്ത് അമ്മ പറയാണ്, അതൊക്കെ ഓക്കെ, നീ ആദ്യം ചെല്ല, നിൻ്റെ കൂടെ ജൂണും വരും, അതുപോലെ തന്നെ അച്ഛനും വരും എന്ന് പറയാണ്. ഞാൻ എന്തായാലും വരുന്നില്ല, ഞാൻ തന്നെ അവിടെ നിൽക്കാൻ പോവാണ്, അവന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, അതിനായിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പോവാന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മൾ ജൂൺ നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഏതൊരു ബുക്കിരുന്ന് വായിക്കുകയാണ്. ഈ സമയത്ത് അവൻ ചോദിക്കുകയാണ്, ആര് തന്ന ബുക്ക്, അതെന്താ വായിക്കണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് യൂജയുടെ അമ്മ പറയാണ്, വേറെ ഒന്നല്ല, ഈ ബുക്കിലാണെങ്കിൽ ജൂണിന് ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങളാണ്, ഇതെല്ലാം എനിക്ക് റാനാണ് എഴുതി തന്നത്, ഞാനാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാനായി പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ കുക്കിംഗ് നിനക്ക് അറിയണതല്ലേ, എൻ്റെ കുക്കിംഗ് വളരെ മോശമാണെന്ന് പറയാണ്. ഈ സമയത്ത് അവൻ പറയാണ്, ആദ്യമൊക്കെ അവനാണെങ്കിൽ കുക്കിങ്ങിന് ദേഷ്യപ്പെടും, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നന്നായി കുക്ക് ചെയ്തതിന് അവനാണെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയുമെന്ന് പറയാണ്. എന്തായാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കുകയാണ്, ഞാൻ അവനായിട്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്നൊക്കെ അമ്മയാണെങ്കിൽ അവിടെ വെച്ച് പറയാണ്. ഈ സമയത്ത് അവൻ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നതായിരിക്കും എന്ന് അവിടെ വെച്ചിട്ട് അവനാണെങ്കിൽ പറയാണ്. അവിടെ നിന്ന് സിംഗട്ടേക്ക് കാണിക്കുന്നത് സ്കൂളിലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരി ടീച്ചറും അതുപോലെ പി ടി സാറും കൂടിയിട്ട് നമ്മുടെ പ്രിൻസിപ്പളിനാണെങ്കിൽ കല്യാണ കുറി കൊടുത്തിരിക്കുകയാണ്. മറ്റാൻ്റെ അല്ല, നമ്മുടെ കൂട്ടുകാരി ടീച്ചറിൻ്റെ പി ടി സാറിൻ്റെയും. എൻ്റെ കൂട്ടുകാരി ടീച്ചർ പറയാണ്, അതേ ടീച്ചറെ, എനിക്കായിട്ട് ഒരു പ്രസവ അവധി കാത്തു വെച്ചോളാം എന്ന് പറയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ടീച്ചർ ഗർഭിണിയാണ്. ഇത് കേട്ട പ്രിൻസിപ്പളാണെങ്കിൽ ആകെ ഷോക്കായി പോവാണ്. ഇവരിങ്ങനെയൊന്നല്ലായിരുന്നല്ലോ ഇവറ്റങ്ങൾ നടക്കണ്ടായെന്നൊക്കെയാണ് നമ്മുടെ പ്രിൻസിപ്പൾ ആലോചിക്കുന്നത്. ആളാണെങ്കിൽ ആ കുറിയെടുത്തിട്ട് വീശി കളിക്കുകയാണ്. ഈ സമയത്ത് ആൾ പറയാണ്, നിങ്ങളുടെ റാനെ നോക്കി വെക്കുക, അവളാണെങ്കിൽ സ്കൂൾ മാറാൻ പോവാന്നൊക്കെ പറയാണ്. ഈ സമയത്ത് റാനാണെങ്കിൽ യൂജയുടെ മോതിരാണെങ്കിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് അവിടുത്തെ ഷെൽഫിൽ വെക്കുകയാണ്. ഈ സമയത്ത് കൂട്ടുകാരി ടീച്ചർ അങ്ങോട്ട് വരാമെന്ന്, എന്നിട്ട് അവളോട് പറയാണ്, അത് ഇന്നല്ലേ യൂജയുടെ വീട്ടുകാരൊക്കെ ജർമ്മനിക്ക് പോകണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും, അതെ ഇന്നാണ് അവർ പോകണമെന്ന് പറയാണ്. ഈ സമയത്ത് നമ്മൾ കൂട്ടുകാരി ടീച്ചർ ചോദിക്കുകയാണ്, അപ്പോൾ എന്തായാലും നീ സ്കൂൾ മാറാൻ പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും, പിന്നല്ലാതെ സ്കൂൾ എന്തായാലും മാറണം, അത് എന്തായാലും എനിക്കുള്ള ആഗ്രഹമാണെന്ന് പറയാണ്. ഈ സമയത്ത് അവൾ പറയാണ്, എന്തായാലും എനിക്കായിട്ട് യൂജ് തിരിച്ചു വരുമെന്ന് പറയാണ്. ഈ സമയത്ത് കൂട്ടുകാരി ചോദിക്കുകയാണ്, ശരിക്കും? ആ, അവൻ എന്തായാലും എന്നെ അന്വേഷിച്ച് തിരിച്ചു വരുമെന്ന് അവളാണെങ്കിൽ അവിടെ വെച്ച് പറയാണ്. അവിടെ നിന്ന് സിംഗടെ കാണിക്കുന്ന നമ്മുടെ ജൂണിനെയാണ്. അവനാണെങ്കിൽ നമ്മുടെ യൂജയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. യൂജയുടെ അവസാനമായിട്ട് അവൻ പറയാണ്, നിങ്ങൾ ഇനി എണീക്കുമ്പോൾ ഞാനായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങൾ എൻ്റെ ബോഡിയിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരാണ്. ഈ സമയത്ത് അങ്ങോട്ട് സേയോങ് വരാണ്. സേയോങ് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളൊക്കെ കൂടിയിട്ട് ജർമ്മനിക്ക് പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവനാണെങ്കിൽ അതേ എന്ന് പറയാണ്. ഈ സമയത്ത് ജൂൺ പറയാണ്, അതെ ഞാൻ നിങ്ങളെ വിചാരിച്ചു നിങ്ങളൊരു പൊട്ട സ്ത്രീ ആയിരിക്കും എന്നൊക്കെ, പക്ഷേ നിങ്ങൾ നല്ലൊരാളായിരുന്നു എന്ന് ഞാനിപ്പോൾ അറിയണമെന്ന് പറയാണ്. ആ, ഞാനും വിചാരിച്ചിരുന്നു നമ്മുടെ സേയോങ് ആയിരിക്കും ഇതിലെ വില്ലത്തിന്ന്, പക്ഷേ കഥയാകെ മാറിയില്ലോ. എന്നിട്ട് നമ്മുടെ ജൂൺ പറയാണ്, അതെ നിങ്ങളിനി നിങ്ങളുടെ ഒറിജിനൽ യൂജ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നേരത്തെ തന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ കയ്യിലിങ്ങനെ ഒരസിയില്ലേ, ഇതുപോലെ അവനോട് ചെയ്ത് നോക്കുക, അവൻ എന്താ ചെയ്യണമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ജൂണാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം നമ്മുടെ സേയോങ് ഇവൻ എന്തു പറ്റി എന്നുള്ള രീതിയിൽ അവനെയാണെങ്കിൽ നോക്കാണ്. അവിടെ നിന്ന് സിംഗട്ടൊക്കെ കാണിക്കുന്നത് നമ്മുടെ റാനാണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഈ പാർക്കിലാണെങ്കിൽ ഒരു പിച്ചക്കാരൻ കിടക്കണ കാണാണ്. എന്തായാലും കുറച്ച് അനുകമ്പ തോന്നിയ നമ്മുടെ റാനാണെങ്കിൽ കുറച്ച് ചില്ലറ അയാളുടെ പാത്രത്തിലിടാൻ പോകുമ്പോൾ അവിടെയാണെങ്കിൽ അവൾക്ക് ആ ബസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ കുടയാണെങ്കിൽ കിട്ടാണ്. ആദ്യ എപ്പിസോഡിൽ നമ്മുടെ ജൂണായിട്ട് കണ്ടുമുട്ടിയത് ഇങ്ങനെയായിരുന്നല്ലോ, ജൂണിൻ്റെ കുട എടുത്തിട്ട് ഇവൾ പോയത്. അവൾക്കാണെങ്കിൽ ആ കുട കിട്ടാണ്. അവളാണെങ്കിൽ ആ കുടയും കൊണ്ട് കുട നന്നാക്കണം ആളുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്ത് ആൾ ചോദിക്കുകയാണ്, ഇതെന്താ പഴഞ്ച കുടയൊക്കെ നന്നാക്കണേ, ഇതിൻ്റെ പകരം നല്ലതൊന്നും വാങ്ങിയോടെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും, ഇതെനിക്ക് വേണ്ടപ്പെട്ടതാണ്, ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോയതാ, ഒന്ന് നന്നാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ ഓക്കെ ഓക്കെ വേണ്ടപ്പെട്ടതല്ല എന്തായാലും നന്നാക്കാമെന്ന് പറയാണ്. അവിടെ നിന്ന് സിംഗടെ കാണിക്കുന്നത് നമ്മുടെ ജൂണിൻ്റെ വീട്ടിലേക്ക് വരാണ്. നമ്മൾ റാണ കുടയും കൊണ്ടിട്ട് നന്നാക്കിയിട്ട്. എൻ്റെ ജൂണാണെങ്കിൽ അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് പറയാണ്, അതെ നീ ഒന്ന് മഴ പെയ്യിപ്പിക്കേ, നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എങ്ങനെയാണെന്ന്. അപ്പോൾ അവൻ പറയുന്നത്, ആ എൻ്റെ കുട നിങ്ങൾ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നു എന്ന് പറയാണ്. അതെ അങ്ങനെ തന്നെ, അപ്പോൾ നീ ഒന്ന് മഴ പെയ്യിപ്പിക്കുക, ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ്. അവൾ പറഞ്ഞ പോലെ നമ്മുടെ ജൂണാണെങ്കിൽ മഴ പെയ്യിച്ചു കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ആ കുട നിവർത്താണ്. കുറച്ച് നേരം നമ്മുടെ ജൂണിന് അത് മനസ്സിലാവില്ല, അതെന്താണ് ഇത് നിങ്ങളുടെ കുടയിലെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തേക്ക് വരുന്നത്. അവൾ പറയുന്നത്, അതെ എനിക്ക് ഈ കുട കിട്ടി, എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് ഈ കുട കിട്ടി, നമ്മുടെ ഓർമ്മയ്ക്കായിട്ടെന്ന് പറയാണ്. ഈ സമയത്ത് അവൻ പറയാണ്, ഞാൻ ഒരു സത്യം പറയട്ടെ, ശരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ മാറ്റി വെച്ചതല്ല, അതെ മാറിപ്പോയതല്ല എന്ന് അവനാണെങ്കിൽ അവിടെ വെച്ചിട്ട് ആ സത്യം പറയാണ്. അവിടെ നിന്ന് സിംഗടെ കാണിക്കുന്നത് ഇവരാണെങ്കിൽ ബസ്സിൽ പോവാണ്. ഈ സമയത്ത് നമ്മുടെ ജോൺ വിവരിച്ച് പറയാണ്, ഞാൻ അന്ന് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ടിപ്പിട്ട് നോക്കിയതാ കുടയങ്ങ് മാറ്റി വെച്ചത്, നിങ്ങളാണെങ്കിൽ അത് വിശ്വസിച്ച് ഒരു കുടയുടെ പേര് പോലും നോക്കാതെ നിങ്ങൾ എടുത്തിട്ട് പോയി, ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അവസരം ഞാൻ വെറുതെ കളയും, ഞാൻ പിന്നാലെ വന്നിട്ട് അത് ചോദിച്ചു, അത്ര ഉള്ളതെന്ന് അവനാണെങ്കിൽ സമ്മതിക്കുകയാണ് അവിടെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ റാൻ ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് ആദ്യമായിട്ട് എന്നോട് ഇഷ്ടം തോന്നിയത് അവിടെ വെച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. സമയത്ത് അവൻ പറയാണ്, പിന്നല്ലാതെ അവിടെ വെച്ചിട്ട് തന്നെയാണെന്ന് പറയാണ്.
അങ്ങനെ അവരാണെങ്കിൽ ഒരു പാർക്കിലേക്ക് വരാണ്. എന്നിട്ട് പറയാണ്, അപ്പോൾ എന്തായാലും ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാമെന്ന് അവനോട് പറയാണ്. എന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ കുട നിവർത്താണ്. അങ്ങനെ അവർ രണ്ടുപേരും കുടയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് അവൻ പറയാണ്, അതെ നിങ്ങൾ കണ്ട ഞാൻ ഈ കൈ പിടിച്ചില്ലേ, ഇതുപോലെ ജൂണാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓർമ്മയില്ലാതെ വരുമ്പോൾ നിങ്ങളിങ്ങനെ കൈ പിടിക്കണമെന്ന് പറയാണ് അവൻ അവിടെ വെച്ചിട്ട്. എൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, ഞാൻ ഓർമ്മയുണ്ടാവും, ഒരിക്കലും എന്നെ വിട്ട് കളയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ വെച്ചിട്ട് അവളെ ഗ്ലാസ് എടുപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഈ ഓർമ്മകൾ നഷ്ടപ്പെടുന്നത് മാത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് കരയാണ്. എന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ അവിടെ നിന്ന് നടന്ന് പോവാണ്. അവിടെ നിന്ന് സിങ്കടായി കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ റാനാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ആളാണെങ്കിൽ വലിയ ടീച്ചറായിരിക്കുകയാണ്, നന്നായി പഠിപ്പിക്കലൊക്കെ ചെയ്യുന്ന ഒരു ടീച്ചർ. ഈ സമയത്ത് നമ്മുടെ മീറയാണെങ്കിൽ ചെറുതായിട്ട് ഒരു നോട്ടൊക്കെ എഴുതിയിട്ട് അവൾക്കാണെങ്കിൽ ദിവസം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ വാക്ക് പാലിച്ചു, ഞാൻ ഒരിക്കലും ജൂൺ എത്തിയതിന് ശേഷം ഒരിക്കലും അവനെ ഓർമ്മിപ്പിച്ചിട്ടില്ല റാനിനെ കുറിച്ചുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ അവനെ കാണാനും പോയിട്ടില്ല എന്നുള്ള കാര്യം അവളാണെങ്കിൽ ആ നോട്ടിൽ എഴുതിയിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ റാനാണെങ്കിൽ ഇരുന്ന് വായിക്കുകയാണ്. ഈ സമയത്ത് കാണിക്കുന്ന നമ്മൾ ജൂണിൻ്റെ കൂട്ടുകാരായ രണ്ട് കുട്ടികളെയാണ്. ഈ കുട്ടികൾക്ക് രോഗം മാറി എന്നുള്ളത് ഡോക്ടർ അവിടെ വെച്ച് പറയാണ്. ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ അവരുടെ സന്തോഷമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ നിന്ന് സിങ്ങട്ടെ കാണിക്കുന്ന നമ്മുടെ പി ടി സാറിനെയും അതുപോലെ തന്നെ കൂട്ടുകാരി ടീച്ചറാണെങ്കിൽ ഗർഭിണിയായിരിക്കുകയാണല്ലോ. അപ്പോൾ പി ടി സാറാണെങ്കിൽ ആളാണെങ്കിൽ സേഫായിട്ട് കെയറിങ് ആയിട്ട് കൊണ്ട് നടക്കുകയാണ്, അതാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് സിങ്ങടെ കാണിക്കുന്ന നമ്മുടെ മുൻഷിക്കിനെയാണ്. ആളാണെങ്കിൽ പച്ചൻ്റെ കൂടെ പോയിട്ട് ആളുടെ ഹോട്ടലിലാണെങ്കിൽ നല്ല പാചകമൊക്കെ ചെയ്തിട്ട് നമ്മൾ മീറയ്ക്കായിട്ട് ഓരോ ദിവസം ഓരോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കലാണ് ആളുടെ പ്രധാന പരിപാടി. അതിൽ മുൻഷിക്കാണെങ്കിൽ ഇന്നും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ആക്കിയിട്ട് മീറയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പോവാണ്. ഈ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ മീറ തിന്നണുണ്ടോ എന്നും ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത്, പിന്നെ അല്ലാതെ അവൾക്കാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടം, അവൾ തിന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവനാണെങ്കിൽ പോണത്. അവനാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ അവിടെയാണെങ്കിൽ മീറ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ ചോദിക്കുകയാണ്, മീറ നീ എന്താ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, പിന്നെന്താ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയാണ്. കുറേ വർഷമായി നമ്മളെ കണ്ടിട്ടെന്ന് പറയാണ്. അവിടെ നിന്ന് സിങ്ങട്ടെ കാണിക്കും നമ്മുടെ മീറയും അതുപോലെ മുൻഷിയും കൂടി ഒരു പാർക്കിലൂടെ നടന്നു പോവാണ്. ഈ സമയത്ത് നമ്മുടെ മുൻഷിക്ക് ചോദിക്കുകയാണ്, നീ എന്താണ് ഇപ്പോൾ കൊറിയയ്ക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും, എനിക്ക് 2 അവാർഡ് വാങ്ങാനെന്ന് പറയാണ്. എന്തിട്ട് അവാർഡ്? കണ്ട ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫറാന്ന് പറയാണ്. ഈ സമയത്ത് അവൻ പറയണു, ഓ നമ്മളെ ജൂണിന് വേണ്ടി അന്ന് ഒളിഞ്ഞു നിന്നിട്ട് ഫോട്ടോ എടുത്തത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതുപോലത്തെ ഒരു ഫോട്ടോഗ്രാഫറായി എന്ന് പറയാണ് അവൾ അവിടെ വെച്ചിട്ട്. ഈ സമയത്ത് അവൻ പറയണേ, അതെ നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുത്താണോ എന്ന് ചോദിക്കുകയാണ്. ഒരുമിച്ചോ? നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ എന്ന് പറയാണ് നമ്മുടെ മുൻഷിക്ക്. അപ്പോൾ അവളാണെങ്കിൽ ഓക്കെ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറയാണ്. അവനാണെങ്കിൽ ഫോട്ടോ എടുക്കുകയാണ്. അതിനുശേഷം അവൻ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് തന്നുകൊണ്ടിരുന്ന ഭക്ഷണം നീ ആർക്കാ കൊടുക്കണ്ടായി എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയണേ, ഞാൻ തിന്നുന്നൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ പട്ടിക്ക് കൊടുത്തിരുന്നു, അവൻ്റെ പേര് റാണി എന്നായിരുന്നു എന്ന് പറയാണ്. കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട പട്ടിയല്ലേ, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ അത് 2 പീസെങ്കിലും എടുത്ത് തിന്നോക്കിയെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും, പിന്നെ അല്ലാതെ ഞാൻ തിന്നോക്കിയെന്ന് പറയാണ്. തിന്നോക്കിയാ, അപ്പോൾ നീ ഒരു കാര്യം പറയും, അതിന് എത്ര പോയിന്റ് തരുന്നു ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൾ പറയും, പോയിൻ്റൊക്കെ വേണോ അതിൽ നിന്ന് ചോദിക്കുകയാണ്. പ്ലീസ് അതിന് എത്ര പോയിന്റ് വരും ഒന്ന് പറയാമെന്ന് പറയാണ്. ഈ സമയത്ത് അവൾ പറയാണ്, ഞാൻ അതിന് 2 പോയിന്റ് തരുമെന്ന് പറയാണ്. ഓ 2 പോയിന്റ് മതി, ഇപ്പോൾ 1 പോയിന്റ് 2 പോയിന്റ് ഇനി 3 പോയിന്റ് ആവാനായിട്ട് കാത്തിരിക്കുമെന്ന് പറയാണ്. ഞാൻ കാത്തിരിക്കണ പോലെ സബ്സ്ക്രൈബ്സ് ഇങ്ങനെ കൂടണത് ഞാൻ അങ്ങനെ കാത്തിരിക്കില്ല, അതുപോലെ അവനാണെങ്കിൽ കാത്തിരിക്കുമെന്ന് പറയാണ്. അവിടെ നിന്ന് സിങ്ങടായി കാണിക്കുന്നത് നമ്മുടെ റാനാണെങ്കിൽ തിരിച്ച് നടന്നവരാണ്. ഈ സമയത്ത് അവരാണെങ്കിൽ പണ്ട് താമസിച്ചിരുന്ന നമ്മുടെ ജൂണിൻ്റെ വീടില്ലേ, ആ വീടാണെങ്കിൽ ഇപ്പോൾ വിറ്റിരിക്കുകയാണ്, അതാണ് വേറെ ആൾക്കാരെ വാങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ അവിടെ നിന്ന് എത്തി വലിഞ്ഞ് നോക്കുമ്പോൾ അവിടുത്തെ ലേഡി ചോദിക്കുകയാണ്, എന്താ നോക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, അല്ല ഞാൻ മുന്നേ അവിടെ താമസിച്ചിരുന്നു എന്ന് പറയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെറുതെ നോക്കിയതാന്ന് പറയാണ്. അപ്പം ലേഡി ആണെങ്കിൽ ഓക്കെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. ഈ സമയത്ത് റാനാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചിട്ട് നടന്ന് പോവാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയ വിഷമമുണ്ട്. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന കുട്ടി പറയാണ്, അതേ അമ്മ ഇതുപോലൊരു ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആ ചേട്ടൻ പറഞ്ഞു ഞാനവിടെ ഒറ്റയ്ക്ക് കുറച്ച് കാലം മുമ്പ് താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയാണ്. അവിടെ നിന്ന് സിങ്ങടെ കാണിക്കും നമ്മുടെ റാനാണെങ്കിൽ മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ബസ് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ബസ്സിലിരുന്നിട്ട് അവിടുത്തെ റേഡിയോയിൽ പറയാണ്, ഇന്ന് ജൂൺ 24 ഇന്നാണെങ്കിൽ ലോകമെമ്പാടും ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ എന്ന് അവിടുത്തെ ആർജ പറയാണ്. ഇതെല്ലാം നമ്മൾ റാനാണെങ്കിൽ കേൾക്കാണ്. എന്നിട്ട് റാൻ പറയാണ്, ഹാപ്പി ബർത്ത്ഡേ കിം ജൂൺ എന്ന് പറയാണ്. സമയത്ത് അവൾ താഴേക്ക് നോക്കുമ്പോൾ ഇവളുടെ അതേ കുട പോലത്തെ ഒരു കുടയാണെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കണത് ഇവളാണെങ്കിൽ കാണാണ്. ഇവളാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിക്കാണ്. അതേല് കാണിക്കണത് ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ റാനാണെങ്കിൽ കുട എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അവൾ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ടീച്ചർ റാ എന്ന് പറഞ്ഞിട്ട് ഒരാളാണെങ്കിൽ അവളുടെ കുടയിൽ കയറി പിടിക്കുകയാണ്. അവളാണെങ്കിൽ ആളെ കണ്ടത് സന്തോഷത്തോടെ നീ വന്നോന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ആളാണെങ്കിൽ പറയാണ്, കുറേ വർഷമായില്ലേ നമ്മൾ നേരിട്ട് കണ്ടിട്ടെന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ അവിടുന്ന് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്, ആ പാർക്കിൽ വെച്ചുണ്ടായ സംഭവം. ഈ സമയത്ത് ജൂൺ പറയാണ്, നിങ്ങളാണെങ്കിൽ എൻ്റെ ഓർമ്മ മറന്നുപോയെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ കയറി പിടിക്കണം, എന്നിട്ട് പറയും, ജൂൺ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവിടെ വെച്ച് നിങ്ങൾ പറയണം, അപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ഇടിക്കും, അപ്പോൾ തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചറിയുമെന്ന് പറയാണ്. ഈ സമയത്ത് പ്രസൻ്റാണ് കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ റാനാണെങ്കിൽ പറയാണ്, ഓ ജൂൺ നീ തിരിച്ചു വന്നല്ലേ എന്ന് പറയാണ്.
തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ കുടയെടുത്തിട്ട് മുന്നിലേക്ക് പോവാണ്. ഈ സമയത്ത് റാനാണെങ്കിൽ അത് നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ജൂണാണെങ്കിൽ അവളോട് അന്ന് പറഞ്ഞത് അവൾ വീണ്ടും ആലോചിക്കുകയാണ്. വേറൊന്നല്ല, അവനാണെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് വീണ്ടും എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം അവനോട് പറയണം. അപ്പോൾ അവൻ തന്നെ ആ പഴോർമ്മകൾ കോർത്തെടുത്തോളൂന്ന് അവളോട് അവിടെ വെച്ചിട്ട് പറയാണ്. നിങ്ങൾ ആ കൈ വിടരുതെന്ന് അവനാണെങ്കിൽ പറഞ്ഞത് അവൾ ആലോചിച്ചിട്ട് നേരെ നമ്മുടെ ജൂണിൻ്റെ കുടയിലേക്ക് അവൾ വലിഞ്ഞു കയറാണ്. എന്നിട്ടാണെങ്കിൽ കൈ പിടിച്ചിട്ട് പറയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം. ഈ സമയത്ത് ജൂണിൻ്റെ വാച്ചാണ് കാണിക്കുന്നത്. അതിൽ 10:10 കാണിക്കുന്നത്. അവിടെ നിന്ന് കാണിക്കുന്നത് വീണ്ടും ഫ്ലാഷ് ബാക്കാണ്. അവിടെയാണെങ്കിൽ റാനിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ജൂണാണെങ്കിൽ ഇനി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ മുഖാമുഖം നോക്കുന്നതും കാണിച്ചിട്ടാണ് ഈ ബിഗ് എന്ന കൊറിയൻ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. എവിടെയാണെങ്കിൽ പ്രസൻ്റ് ആയിട്ട് ഏത് ജൂണാ വന്നതെന്ന് മാത്രം ഡയറക്ടറാണെങ്കിൽ നമുക്ക് തന്നിട്ടില്ല. നമ്മളോട് ഇഷ്ടത്തിന് ഏത് ജൂണിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ആ ജൂണിനെ പിടിച്ചിട്ടോളാൻ പറഞ്ഞിരിക്കുകയാണ്. ഒറിജിനൽ ജൂണാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ, അതുപോലെ യൂജയുടെ മേത്തുള്ള ജൂണാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങളുടെ നിഗമനം നിങ്ങൾ കമൻ്റായിട്ട് അയക്കണം കേട്ടോ, ഏത് ജൂണായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. എൻ്റെ ഇതിൽ നമ്മുടെ യൂജയുടെ മേത്തുള്ള ജൂണായിരിക്കും എന്നാണ്. അതാണ് കാണാൻ നല്ല രസമുള്ളത് ജൂൺ. നമുക്ക് അവർക്ക് സ്വിച്ച് ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ ഫോട്ടോ കയറിയത് കാരണം എന്നാണ് എൻ്റെ നിഗമനം. അത് നമുക്ക് തന്നിരിക്കുകയാണ് ഡയറക്ടർ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്ത് കുട്ടികളെ പറഞ്ഞിട്ട്. ഇതും കാണിച്ചിട്ടാണ് ഈ വലിയ കൊറിയൻ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഡ്രാമയെ കുറിച്ച് കമൻറ്റ് ചെയ്യാനും നമുക്ക് മറക്കരുത്. അപ്പം ഇനി അടുത്ത പുതിയ ഡ്രാമയായിട്ട് വരുന്നത് വരെ ബൈ.